Watch full episodes on Jio Hotstar. വരുൺ ഔട്ടായിരിക്കുന്നു. ലവ്ലി ക്യാച്ച് രുദ്ര. ഇതൊക്കെ ചീറ്റിംഗ് ആണ്. മാജിക് ഇതിന്റെ 6 ക്യാച്ച് ചെയ്തു. പക്ഷെ മാജിക് ചെയ്യാൻ പാടില്ലെന്ന് കണ്ടീഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ. തന്നെ ഇപ്പൊ എന്റെ ബാറ്റിംഗ് ആണ്. അതെ, അവർക്ക് മാജിക് അറിയാവുന്ന തോന്നുന്നു. എന്ന് വെച്ചാൽ അവരെ കുറിച്ച് നമുക്ക് കിട്ടിയ വാർത്ത വളരെ ശരിയാണ്. അതെ, നിങ്ങൾ പറഞ്ഞ 100% ശരിയാണ്. അല്ല, ഈ വരുൺ ബോൾ പിടിക്കുന്നതിനകത്ത് രുദ്ര 4-5 റൺ എടുക്കുമെന്ന് തോന്നുന്നല്ലോ. ഇപ്പൊ തന്നെ മാജിക് ചെയ്ത് ബോളിനെ താഴേക്ക് വീഴ്ത്തിയേക്കാം. അന്തർ മന്തർ കാലി കലന്തർ. ബോൾ താഴേക്ക് വന്ന് വിക്കറ്റിൽ ഹിറ്റ്. രുദ്ര ഔട്ട്. മൈര, രുദ്രയല്ല ഔട്ടായത്, ഞാനാണ്. നിന്നെ ഞാൻ വെറുതെ വിടില്ല, നോക്കിക്കോ. നോട്ട് ഔട്ട്. ഞാൻ അതിനു മുമ്പേ റീച്ച് ആയി കഴിഞ്ഞു. ഔട്ട് ഔട്ട്. അമ്പയർ രംഗീല, തേർഡ് അമ്പയറിനെ കൺസൾട്ട് ചെയ്ത് പറ. തേർഡ് അമ്പയർ പറയൂ, എന്താണ് സംഭവിച്ചത്? ഓ നോ. ചേടാ, ബോൾ എവിടെയാ പോയത്? ആ കാക്ടസ് കുറ്റിച്ചെടിയുടെ അടുത്തോടെ പോയത്. വാ, നമുക്ക് പോയി നോക്കാം. ഹലോ, ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട്. ഇവിടേക്ക് നോക്ക്. ഈ ശബ്ദം എവിടുന്ന വരുന്നേ? ഇത് കൊള്ളാലോ, ബോള് കിട്ടിപ്പോയി. ചേടാ, നിങ്ങളാരാണ്? ഇത്രയും ചെറിയ മനുഷ്യനോ? ഞങ്ങളാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് മഷ്റൂം. പിന്നെ ഞങ്ങള് ഹർബോണിയ സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഭൂമിയുടെ അടിയിൽ ഞങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. അവരൊക്കെ ഏതെങ്കിലും ഹെർബ് അല്ലെങ്കിൽ മരം ചെടികൾ കൊണ്ട് ഉണ്ടായവയാണ്. നിങ്ങളുടെ ലോകം ഇപ്പോൾ അപകടത്തിലാണ്. അങ്ങനെയുള്ള സമയത്താണ് ഞങ്ങൾ ലോകം ചുറ്റിക്കാണാൻ ഇറങ്ങുന്നത്, മനുഷ്യരില്ലാത്ത സമയത്ത്. പക്ഷെ കിങ് സ്കെയർക്രോ കിങ് ആണ്. അപകടത്തിലാണെന്നോ? എന്തപകടം? ഞങ്ങളുടെ കിങ് സ്കെയർക്രോ നിങ്ങളുടെ ലോകത്തെ നശിപ്പിക്കാനായി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ കുറേ ദിവസങ്ങളായി നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് നല്ലോണം മാജിക് അറിയാമല്ലോ. ആ മാജിക് യൂസ് ചെയ്ത് നിങ്ങൾ കിങ് സ്കെയർക്രോയെ തോൽപ്പിക്കണം. എന്നിട്ട് നിങ്ങളുടെ ലോകത്തെ നിങ്ങൾ രക്ഷിക്കണം. എന്റെ പേര് രുദ്ര എന്നാണ്. ഇത് മൈറ, അത് വരുൺ, ഇത് രംഗീല. നിങ്ങളുടെ രാജാവ് എന്തിനാ ഞങ്ങളുടെ ലോകത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾ അദ്ദേഹത്തിന്റെ ശത്രുവൊന്നുമല്ലല്ലോ. ഞങ്ങളുടെ ലോകം വലിപ്പം കൊണ്ട് വളരെ ചെറുതാണ്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിക്കുന്ന സമയത്ത് ഭൂമിയിൽ ഇറങ്ങി ചുറ്റിക്കറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങള് നിങ്ങളെപ്പോലുള്ള മനുഷ്യരുടെ കാലിനടിയിൽപ്പെട്ട് ചതഞ്ഞിറങ്ങി പോകും. അതുകൊണ്ട് കിങ് സ്കെയർക്രോ തീരുമാനിച്ചിരിക്കുന്നത് ഭൂമിയിലുള്ള മനുഷ്യരെ മുഴുവനും നശിപ്പിച്ച് കളയാമെന്നാണ്. അപ്പൊ പിന്നെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് സ്വതന്ത്രമായി ചുറ്റിക്കറങ്ങാമല്ലോ. പക്ഷെ നമ്മൾ തമ്മിൽ പകയൊന്നുമില്ലല്ലോ. ഞങ്ങൾ എപ്പോഴാണ് ഭൂമിയിൽ ചുറ്റിക്കറങ്ങാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയാവോ? മനുഷ്യരില്ലാത്ത സമയത്താണ്. പക്ഷേ കിങ് സ്കെയർക്രോ കിങ് ആണ്. അദ്ദേഹത്തിന് തോന്നുമ്പോഴൊക്കെ ചുറ്റിക്കറങ്ങും. അദ്ദേഹത്തിന്റെ വീട്ടിലെ കുറച്ച് ആളുകൾ മനുഷ്യന്റെ കാലിനടിയിൽപ്പെട്ട് മരിച്ചുപോയവരാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പകരം വീട്ടാൻ ശ്രമിക്കുന്നത്.
Ibaiska, Sibaiska, small size creato. നിങ്ങളുടെ ഈ മാജിക് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമേ കിങ്ങിനെ തോൽപ്പിക്കാൻ പറ്റൂ. ഞങ്ങളോടൊപ്പം വരൂ. ഇതാര്? ചെറിയ ചെറിയ മനുഷ്യരോ? അവരിവിടെയും എത്തിക്കഴിഞ്ഞോ? മനുഷ്യർ ഇവിടെ എത്തിക്കഴിഞ്ഞു. ആന്റി, അങ്കിൾ. ചേട്ടാ ഇതാകെ പ്രശ്നമായല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ്. അയ്യോ, പറയുന്നത് കേക്ക്. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. അല്ല, പേടിക്കണ്ട കേട്ടോ, ഞങ്ങളൊക്കെ നിന്റെ കൂട്ടുകാരാ. നട്ട് ബോയ്, നീ എന്താ ഈ കാണിക്കുന്നേ? ഞാനാണ് ഇവരെ കൂട്ടിക്കൊണ്ട് വന്നത് നമ്മുടെ ലോകം കാണിക്കാനായിട്ട്. നമ്മുടെ ലോകത്തിനെ കിങ്സ് കെയറിൽ നിന്ന് രക്ഷിക്കാൻ കൂടി വേണ്ടിയാണ്. മനസ്സിലായോ? പക്ഷേ ഇവരും നമ്മളെ പോലെ ചെറിയ ചെറിയ മനുഷ്യരാണല്ലോ. ഇവരെ കൊണ്ട് എങ്ങനെ സ്കാർക്രോയെ തോൽപ്പിക്കാൻ പറ്റും? അയാള് വളരെ ഡേഞ്ചറസ് ആണ്. ഇവർക്ക് മാജിക് നല്ലോണം അറിയാം. ആ മാജിക് ഉപയോഗിച്ചാണ് അവർ ചെറുതായി മാറിയത്. അവരവരുടെ മാജിക് ഉപയോഗിച്ച് കിങ്സ് കെയർക്രോയുടെ കഥ അവസാനിപ്പിക്കും. പക്ഷെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ലോകത്തിനെ എന്തിനാ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ എല്ലാവരും വളരെ ചെറിയ സൈസാണ്. നിങ്ങൾക്ക് ഹ്യൂമൻസിനെ എങ്ങനെയാ നശിപ്പിക്കാൻ കഴിയുന്നേ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ അയാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോകാറേ ഇല്ല. പക്ഷെ ആർക്കെങ്കിലും ഞങ്ങളുടെ കൂടെ വന്നാലേ പറ്റത്തുള്ളൂ വഴി കാണിച്ചു തരാനായിട്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല മോനെ. ഞങ്ങളുടെ മഷ്റൂം ഫീൽഡിനുള്ള സമയമായിരിക്കുന്നു. നട്ട് ബോയ്, നീ ഇവരോട് ചെന്ന് അയാളുടെ കൊട്ടാരം എവിടെയാണെന്ന് കാണിച്ചു കൊടുക്ക്. ഇല്ലല്ല, ഞാനൊന്നും അങ്ങോട്ട് പോവില്ല. അവിടെ വളരെ ഡേഞ്ചറസ് ആണ്. മെഡ് ബോയ്, കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്ക്. ഇവരുടെ കയ്യിൽ മാജിക് ഉണ്ട്. നിനക്ക് ഒരു അപകടവും സംഭവിക്കില്ല. നട്ട് ബോയ്, നിനക്കൊന്നും സംഭവിക്കത്തില്ല. നീ കണ്ടതല്ലേ, ഞങ്ങളുടെ കൈവശം മാജിക്കൽ പവേഴ്സ് ഉണ്ട്. നീ ആ സ്ഥലം ദൂരെ നിന്ന് കാണിച്ചാൽ മതി. അയാൾ എവിടെയാ താമസിക്കുന്നതെന്ന്. പിന്നെ നീ മുന്നോട്ട് വരേണ്ട കാര്യമില്ല. മെഡ് ബോയ്, മതിയാക്ക്. കൂട്ടിക്കൊണ്ടു പോ. അവരോടൊപ്പം കൂട്ടുകൂട്. ഇനി മുതൽ നിങ്ങൾ കൂട്ടുകാരാണ്. നട്ട് ബോയ്, ബാഡ് മാനേഴ്സ്. കൈ ശരിയായ രീതിയിൽ കൊടുക്ക്. ഫ്രണ്ട്സ്, ഇവിടെ എങ്ങും അപകടമുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ എസ്കേപ്പ് ആകും. എന്നെ തടഞ്ഞു നിർത്തരുത് കേട്ടോ. എന്നാ ശരി, ഞങ്ങൾ നിന്നെ തടയില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.